നിങ്ങളുടെ ദൈനംദിന ചെലവുകളും മറ്റുള്ള പർച്ചേസുകളും നടത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മാസം ഒരു 1000-1500 രൂപയൊക്കെ വളരെ സിമ്പിളായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി കാര്യങ്ങൾ ചെലവ് ചെയ്യുകയും ആ ചെലവ് ചെയ്ത പൈസ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുകളെക്കാൾ മികച്ച ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു 10-20ഓളം വർഷമായിട്ട് ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും, നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ഡീഫോൾട്ട് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാസം ഒരു നല്ലൊരു കാർഡാണെങ്കിൽ 1000-1500 രൂപ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതായത് 45 മുതൽ 52 ദിവസം വരെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് പീരീഡ് തരുന്ന ഒരു മെക്കാനിസമാണ് ഈ ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ ഒരു സംഗതി വാങ്ങിയിട്ട്, ഒരു സർവീസോ ഒരു പ്രോഡക്റ്റോ വാങ്ങിയിട്ട് അതിൻ്റെ പൈസ നിങ്ങളുടെ ക്യാഷ് വഴി കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി കൊടുക്കുന്നതിന് പകരം കാർഡുകൾ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ പേയ്മെന്റ് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പേയ്മെന്റ് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 15-നും 45-നും ഇടയ്ക്ക് ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ പൈസ ലഭിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൻ്റെ ബില്ലിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണെന്ന് കരുതുക. അതായത് മെയ് 1 മുതൽ മെയ് 31-ാം തീയതി വരെയാണ് ഈ ബില്ലിംഗ് സൈക്കിൾ. ഈ മെയ് 1-ാം തീയതി നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പൈസ നിങ്ങളുടെ ബില്ലിംഗ് ഡേറ്റിന് അനുസരിച്ച് ജൂൺ 15-ാം തീയതിയോ അതിന് ശേഷമോ തിരിച്ചടയ്ക്കേണ്ടതുള്ളൂ. അതേപോലെ തന്നെ മെയ് 31-ാം തീയതി വാങ്ങിയാലും നിങ്ങൾ ജൂൺ 15-ാം തീയതി തിരിച്ചടയ്ക്കണം. അതുകൊണ്ടാണ് പറയുന്നത് മിനിമം നിങ്ങൾക്കൊരു 15 ദിവസത്തെ പേയ്മെന്റ് നടത്താനുള്ള സമയവും മാക്സിമം നിങ്ങൾക്കൊരു 45 മുതൽ 52 ദിവസം വരെയുള്ള ഒരു സമയവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ നിങ്ങൾക്ക് പൈസ ഉള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഗുണവും ദോഷവും. നിങ്ങൾ പൈസ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻകം നേടാനുള്ള ഒരു മെത്തേഡാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ തരുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന വളരെ നല്ലൊരു കാർഡ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്, ആക്സിസ് ഫ്ലിപ്കാർട്ട് കാർഡ്. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ആക്സിസ് ബാങ്കും ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെയും ഒരു കൊളാബറേഷൻ ആയിട്ടുള്ള ഒരു കാർഡാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട മെച്ചങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാർഡ് കിട്ടിയത് മുതൽ അതിന്റെ ലൈഫ് ടൈം വരെ എന്ന് വേണമെങ്കിലും ഈ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ മിന്ത്രയിലോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് വാല്യൂവിന് 5% നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട്, നിങ്ങൾ ഒരു 10,000 രൂപയുടെ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ 500 രൂപ നിങ്ങളുടെ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങളുടെ കാർഡിലേക്ക് വരും. അതുപോലെ നിങ്ങൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 500 രൂപയുടെ ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട് വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 500 രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുകയാണ്. നിങ്ങൾ യൂബർ, സ്വിഗ്ഗി, ടാറ്റ സ്കൈ, ക്ലിയർ ട്രിപ്പ്, ക്യൂർ ഫിറ്റ്, PVR മുതലായിട്ടുള്ള സൈറ്റുകളിലും അവരുടെ സ്റ്റോറുകളിലുമൊക്കെ ഈ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 4% വരെ ക്യാഷ് ബാക്ക് ഉണ്ട്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ 20% വരെ ഓഫ് നേടാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. എല്ലാത്തിനും മിനിമം 1.5% ക്യാഷ് ബാക്ക് കിട്ടും. ഫ്യൂവൽ സർചാർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഫ്യൂവൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2% ഒക്കെ സർചാർജ് എന്ന് പറഞ്ഞ അഡീഷണൽ എമൗണ്ട് പിടിക്കാറുണ്ട്. അതിൽ 1% നിങ്ങൾക്ക് അതിൽ നിന്ന് വേവ് ചെയ്ത് കിട്ടാനും ഈ കാർഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ചുകളിൽ നിങ്ങൾക്ക് 4 തവണ ഒരു വർഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആക്സസ് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോയിനിങ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ 500 രൂപയുടെ ഫ്ലിപ്കാർട്ട് വൗച്ചർ കിട്ടും എന്ന് പറഞ്ഞില്ലേ? അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു 280 രൂപയുടെ ബെനിഫിറ്റും കൂടെ കിട്ടാനുള്ള കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ ക്യാഷ് കരോ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാഷ് ബാക്ക് ആൻഡ് കൂപ്പൺ സൈറ്റ് ആണ് ഈ ക്യാഷ് കരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ബാക്ക് സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾക്ക് ക്യാഷ് കരോയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാഷ് കരോയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ആ ഓറഞ്ച് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും വെച്ചിട്ട് നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് കരോ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലേക്ക് നിങ്ങൾ റീഡയറക്ട് ചെയ്യപ്പെടും. അവിടെ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ട് OTP കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സിസ് ഫ്ലിപ്കാർട്ട് കാർഡ് നിങ്ങൾ ആ ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർ പറയുന്ന 3 സ്റ്റേജിലുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയി എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരും. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് ആ പ്രോസസ്സ്
അവർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാർഡ് ലഭിക്കുകയും ചെയ്യും. ഈ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയാൽ ഉടനെ തന്നെ 250 രൂപ നിങ്ങളുടെ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് ക്യാഷ് കെയറോയുടെ വാലറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള എന്തെങ്കിലും പർച്ചേസുകളൊക്കെ ചെയ്യാനും ഉപയോഗിക്കാം. ഇത് വളരെ അടിപൊളി ഒരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആക്സിസിന്റെ ഫ്ലിപ്കാർട്ട് കാർഡ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 പ്ലസ് 750 രൂപയുടെ ബെനിഫിറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിനു മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാർഡ് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം. അതുപോലെ ഇതിനൊരു 500 രൂപയുടെ ജോയിനിങ് ബോണസ് ഉണ്ട്. ജോയിനിങ് ബോണസ് നിങ്ങൾക്ക് 500 രൂപയുടെ ഫ്ലിപ്കാർട്ട് വൗച്ചർ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് കോമ്പൻസേറ്റ് ആയി പോകുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷം അത് റിന്യൂ ചെയ്യുന്നതിനായിട്ട് ആനുവൽ ചാർജുകളുണ്ട്. ആ 500 രൂപയാണ് അതിൻ്റെ ആനുവൽ ചാർജ്. പക്ഷേ നിങ്ങളൊരു വർഷം ടോട്ടൽ ഒരു വർഷത്തിൽ മൊത്തത്തിൽ 2 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ആനുവൽ ചാർജ് അവർ വേവ് ചെയ്ത് തരുന്നതും പതിവ്. നിങ്ങൾ കൃത്യമായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000-1500 രൂപ കിട്ടുന്നതിനുള്ള മാർഗ്ഗമാണ് ഞാൻ ഇനി പറഞ്ഞുതരാണ്ട് പോകുന്നത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റിന് അനുസരിച്ചുള്ള ഒരു എമൗണ്ട് ഞാൻ എൻ്റെ ബാങ്കിൽ ഒരു സ്വീപ്പിൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. സ്വീപ്പിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ സേവിങ്സ് അക്കൗണ്ട് പോലെ നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ അടുത്തൊക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു അക്കൗണ്ടിന്റെ പേരാണ് സ്വീപ്പിൻ അക്കൗണ്ട്. സ്വീപ്പിൻ അക്കൗണ്ടിനെ പറ്റിയിട്ട് പുതിയ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, എനിക്ക് ഒരു സ്വീപ്പിൻ അക്കൗണ്ട് ഉണ്ട്. ആ സ്വീപ്പിൻ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാനായിട്ടുള്ള അത്രയും എമൗണ്ട് ഞാൻ അതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു മാസം ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്രയും എമൗണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഞാൻ സ്പെൻഡ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്വീപ്പിൻ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന 4.5% ഇൻട്രസ്റ്റ്, ഞാനിപ്പോൾ ആവറേജ് 1 ലക്ഷം രൂപയാണ് ഒരു ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ മന്ത്ലി സ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം ഇൻറ്റു 4/1200 ഒരു മാസത്തെ ഇൻട്രസ്റ്റ് ഏകദേശം ഒരു 400 രൂപയോളൊക്കെ അടുത്ത് വരും. കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് ക്യാഷ് ആയിട്ടോ അത് പോകുന്നതിന് പകരമായിട്ട് എനിക്ക് ഒരു മാസം എനിക്കത് എൻ്റെ സ്വീപ്പിൻ അക്കൗണ്ടിൽ വെക്കുമ്പോൾ എനിക്ക് 400-450 രൂപയോളം ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ലഭിക്കും. ഇത് മാത്രമല്ല, പല ക്രെഡിറ്റ് കാർഡുകളും നമ്മൾ 100 രൂപ സ്പെൻഡ് ചെയ്താൽ 1 രൂപ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് ക്യാഷ് ബാക്കും തരുന്നുണ്ട്. അപ്പോൾ ഈ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് ആവറേജ് ഒരു 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം 1000 പ്ലസ് ആ 450 എന്ന് പറയുമ്പോൾ 1480ഓളം രൂപ ഒരു മാസം ആവറേജ് നമ്മൾക്ക് ക്രെഡിറ്റ് കാർഡിൽ സ്പെൻഡ് ചെയ്യുന്ന വഴി നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ആ ഓപ്ഷനാണ് ഞാൻ പേഴ്സണലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ നമ്മൾക്ക് ഈ ഓഫറുകളോ ഈ കാര്യങ്ങളൊക്കെ തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ക്രെഡിറ്റ് കാർഡ് തെറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ നഷ്ടത്തിലേക്കും വളരെ വലിയ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിലേക്കും പോകുന്ന ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റും ഡീഫോൾട്ട് ചാർജും ഒക്കെ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നു. എന്നിട്ടും ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ലാഭം. ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയാമോ? നമുക്കപ്പോൾ ബില്ല് വന്നു, നമുക്ക് 1 ലക്ഷം രൂപ ഇത്രാം തീയതി 15-ാം തീയതിക്കുള്ളിൽ അടയ്ക്കണം. നമ്മൾ അടയ്ക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ നമ്മൾ 16-ാം തീയതി അടച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 1 ലക്ഷത്തിന് പകരം ഏകദേശം 1,30,000 രൂപയോളം അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് ഏകദേശം 36% പലിശ അല്ലെങ്കിൽ 48% പലിശയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കാർഡുകൾക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് ഈ ATM ഉപയോഗിച്ച് നമുക്ക് പൈസ പിൻവലിക്കാനൊക്കെ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിനൊരു ഫിക്സഡ് ചാർജ് അവർ നമ്മളുടെ നിന്ന് ഈടാക്കും. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് നമ്മൾ പൈസ പിൻവലിക്കുന്ന ദിവസം മുതൽ അത് തിരിച്ചടയ്ക്കുന്ന ദിവസം വരെ ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് പിടിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടും മിനിമം ഡ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ഒരു എമൗണ്ടിന്റെ ഒരു 10% അതിൽ താഴേക്കുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ ബില്ലുണ്ടെങ്കിൽ ഒരു 10,000 രൂപയായിരിക്കും ഇതിന്റെ മിനിമം ഡ്യൂ. ആ മിനിമം ഡ്യൂ അടച്ച് മുന്നോട്ട് പോകുന്ന പലരും ഉണ്ട്. പക്ഷേ 1 ലക്ഷം രൂപ അടയ്ക്കേണ്ട സ്ഥലത്ത് 10,000 രൂപ മാത്രം അടച്ചിട്ടുണ്ടെങ്കിൽ 90,000 രൂപ നമ്മൾ അപ്പോഴും കടക്കാരനാണ്. ആ 90,000 രൂപയ്ക്കും ഈ പറഞ്ഞ പോലെ 36%-നോ 48%-നോ ഒക്കെ ഇൻട്രസ്റ്റ് ഈടാവും. അങ്ങനെ
2-3 പ്രശ്നങ്ങളുണ്ട്. അതായത് മിനിമം ഡ്യൂ എന്നുള്ള രീതിയിലുള്ള എമൗണ്ട് അടയ്ക്കരുത്, ഫുൾ എമൗണ്ട് തന്നെ അടയ്ക്കുക, കൃത്യമായിട്ടുള്ള സമയത്ത് അടയ്ക്കുക, അതിന് വീഴ്ച വരുത്തരുത്, അതുപോലെ ക്യാഷ് വിഡ്രോ ചെയ്ത്. ഈ 3 പ്രശ്നങ്ങൾ ഒഴിവാക്കിയതാൽ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കുക. നമ്മൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾക്ക് അഡീഷണൽ ആയിട്ടൊരു നേട്ടം നേടിത്തരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തവർക്ക് അതൊരു നരകമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ചെറിയൊരു ഇൻകം ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങളെ സ്പെൻഡിങ് നിങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ആക്സിസ് ഫ്ലിപ്കാർട്ട് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാവാൻ സാധ്യതയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.